ശരി ടിൻഡു, സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത അനുവദിച്ചതിന് പിന്നാലെ KSRTC ജീവനക്കാരുടെ മുടങ്ങി കിടക്കുന്ന ക്ഷാമബത്ത അനുവദിക്കണമെന്ന ആവശ്യമായി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ടിൻഡു ദാസ്. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ഐതിഹാസികമായ മുന്നേറ്റമാണ് RSS നടത്തിയതെന്ന് അഖില ഭാരതീയ പ്രതിനിധിസഭയിൽ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചൈന, പാകിസ്ഥാൻ എന്നീ അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ വിപുലമായി ആസൂത്രണം ആവിഷ്കരിച്ചതായും വാർഷിക റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ വർഷത്തെ വിജയദശമിക്ക് മുൻപ് ഇത്തരം മേഖലകളിൽ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ പദ്ധതി തയ്യാറാക്കിയതായും റിപ്പോർട്ട് പറയുന്നുണ്ട്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ഐതിഹാസികമായ മുന്നേറ്റമാണ് RSS നടത്തിയതെന്നാണ് അഖില ഭാരതീയ പ്രതിനിധിസഭയിൽ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ ബംഗളൂരുവിൽ തുടങ്ങിയ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ ഇപ്പോഴും തുടരുകയാണ്. നാളെ വൈകുന്നേരമേ ഈ 3 ദിവസത്തെ ബൈഠക്ക് സമാപിക്കുകയുള്ളൂ. അതിൽ RSS സർക്കാർ വിഭാഗ് ദത്താത്രേയ ഹൊസബളെ അദ്ദേഹമാണ് ഈ വാർഷിക റിപ്പോർട്ട് 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ടിനകത്ത് സംഘം ഈ അതിർത്തി മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും കൃത്യമായി വിരൽ ചൂണ്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈന, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തിയിലുള്ള ജില്ലകളും അവിടുത്തെ ശാഖാപ്രവർത്തനവും കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നടന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ സംഘത്തിന് 557 ശാഖകളാണ് നടക്കുന്നത്. അതിൽ 400ഓളം ശാഖകളിൽ പ്രത്യേക ബൈഠക്കുകൾ നടന്നു. ഒരു സ്വയംസേവകൻ ഒരു ശാഖ എന്ന രീതിയിലുള്ള പ്രത്യേക പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ജമ്മു കാശ്മീരിലെ ശാഖകളെ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടന്നത്. ഒപ്പം അസം, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന അസം, അതുപോലെ പശ്ചിമ ബംഗാൾ, ഒപ്പം ചൈന അതിർത്തിയുള്ള ലഡാക്ക് തുടങ്ങിയ മേഖലകൾ, മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അവിടെയെല്ലാം സംഘത്തിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ വിപുലീകരിച്ച് പ്രത്യേക പദസഞ്ചലനങ്ങളും ഒപ്പം രാജ്യത്തിൻ്റെ പുരോഗതിക്കായി മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെയൊക്കെയുള്ള ധീരദേശാഭിമാനികളുടെ ജന്മദിനങ്ങൾ വിപുലമായി ആഘോഷിക്കുക, അങ്ങനെ ഈ അതിർത്തി മേഖലകളെ കൂടുതൽ ദേശീയ ബോധത്തിലേക്ക് ഉണർത്തി കൃത്യമായ ഒരു ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന സന്ദേശം സംഘം നൽകി. അങ്ങനെ 1 വർഷം കാര്യമായ പ്രവർത്തനങ്ങൾ അതിർത്തി ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്നുവെന്നാണ് ഈ വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നിഖിൽ. ശരി ഗൗതം, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ഐതിഹാസികമായ മുന്നേറ്റമാണ് RSS നടത്തിയതെന്ന് അഖില ഭാരതീയ പ്രതിനിധിസഭയിൽ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ചൈന, പാകിസ്ഥാൻ എന്നീ അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കെടുത്ത സംസ്ഥാനങ്ങളിൽ വിപുലമായി ആസൂത്രണം ആവിഷ്കരിച്ചതായും ഈ വർഷത്തെ വിജയദശമിക്ക് മുൻപ് ഇത്തരം മേഖലയിൽ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ പദ്ധതി തയ്യാറാക്കിയതായും റിപ്പോർട്ട് പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.